കാടിനകത്തോടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു അടിപൊളി ഒരു പാറ, അവിടെ നല്ല അടിപൊളി ഒരു വ്യൂ. സൂപ്പർ. ചേട്ടൻ അയ്യപ്പൻ്റെ കഥ പറയുക കേട്ടോ. അയ്യപ്പൻ നല്ല കയറ്റമുണ്ട്, ഇച്ചിരി ഹൈ റേഞ്ച് പോലത്തെ കയറ്റമാണ്. നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ഇത് ഹരിപ്പാടുകാരുള്ളതാണ്, നങ്ങേറുള്ള. അപ്പം ആ മല അതെന്ന് പറഞ്ഞാൽ ഇടുക്കിയാന്ന് പറഞ്ഞാൽ, ഒരു സൈഡ് വാഗമൺ, മറ്റൊരു സൈഡ് ഇടുക്കി. എന്തുവാ ഹലോ ഫ്രണ്ട്സ്, നെബിൾസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മളൊരു കിഡിലും പരിപാടി ചെയ്യാൻ പോവാണ്. ഒരു 1 കിലോമീറ്ററോളം നീണ്ട് നിവർന്ന് നടക്കുന്ന ഒരു കാട്. ആ കാട്ടിലൂടെ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു കിഡിലിനൊരു മലയുണ്ട്. ആ മല നമ്മൾ ട്രക്ക് ചെയ്ത് മുകളിൽ കയറുന്നു. ഒരു അടിപൊളി ഒരു വ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു കിഡിലൻ വൈബ് സ്ഥലവുമായിരിക്കും, ഒരു അടിപൊളി റൈഡും ആയിരിക്കും. മാത്രമല്ല ഇന്ന് സോളോ റൈഡാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇൻട്രോയിലൊരു കിഡിലൻ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, അടിപൊളി ഒരു സൺറൈസാണ്. പൊളി. ഇത് ഇൻട്രോ എടുക്കാൻ വേണ്ടി വന്ന് നിന്നാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തോ. ലെറ്റ്സ് ഗോ ഫോർ എ റൈഡ്. ഗൈസ്, ഒരു അടിപൊളി ഒരു കയറ്റം കയറിയിട്ട് നിൽക്കുകയാണ്. കയറി കഴിഞ്ഞില്ല, ഇനിയും ഉണ്ട് കയറ്റം. പകുതി വരെ ആയിട്ടുള്ളൂ. ഇനിയൊരു 14 കിലോമീറ്ററുണ്ട് നമ്മുടെ സ്പോട്ടിൽ. ശരിക്കും പറഞ്ഞാൽ ഇത് പത്തനംതിട്ട ജില്ലയിലാണ് ഈ സ്ഥലം നിൽക്കുന്നത്. പക്ഷേ ഒരുപാട് പേർക്കൊന്നും അറിയാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരൊന്നും എത്തിപ്പെടാത്ത സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. അടിപൊളി വൈബായിരിക്കും. ഇപ്പോൾ തന്നെ ഒരു കാട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു കാട്, റബ്ബർ തോട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് രക്ഷയില്ല കേട്ടോ. അടിപൊളി പ്ലേസ് തന്നെ. നമുക്ക് ഈ റൈഡ് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല രസമുള്ള കിട്ടിലും കാഴ്ചകളും നല്ല രസമുള്ള സ്ഥലങ്ങളും ഒക്കെ. ഇതുവരെയും തണുപ്പ് പോയിട്ടില്ല. ഇപ്പോൾ ഏതാണ്ട് 9 മണിയാകാൻ പോകുന്നത്. ഇപ്പോഴും ചെറിയ തണുപ്പ് ഇങ്ങനെ നിൽപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു കാട്ടിൽ കയറിയ ഒരു ഫീല് വരും. അടിപൊളി. ഇതൊക്കെ കണ്ട കിടിലൻ വൈബ് തന്നെ. നല്ല അടിപൊളി റോഡ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത റോഡ്. കാട് ഉള്ള ഏരിയ ആണ് കേട്ടോ, നല്ല കാടുള്ള ഏരിയ ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ കയറുന്ന സ്ഥലം വൈബായിരിക്കും, ഹെവി ആയിരിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു സെറ്റ് ദോശയും ഒരു കട്ടനും അടിച്ച്. നല്ല അടിപൊളി കട്ടൻ ചായ ആയിരുന്നു. ഈ തണുപ്പത്ത് കട്ടൻ ചായ. ഇപ്പം 9:30 ആയിട്ടുണ്ട്. നല്ല തണുപ്പ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോവുക. വേണ്ട വൈബാണ്, അടിപൊളി വൈബാണ്. നല്ല അടിപൊളി ഒരു കയറ്റമാണ്. ഇത് ബാക്കിൽ പകുതി ആയോളൂ. ഇനിയും പകുതി ആയോ എന്ന് എനിക്കറിയത്തില്ല. കുറേ കയറ്റം ഇനി കിടപ്പുണ്ട്. ഇനിയൊരു 2 കിലോമീറ്ററോടെ ഉള്ളൂ നമ്മുടെ സ്പോട്ടിലെത്താൻ വേണ്ടിയിട്ട്. പിന്നെന്ന് പറഞ്ഞാൽ നല്ല കയറ്റമുണ്ട്, ഇച്ചിരി ഹൈ റേഞ്ച് പോലത്തെ കയറ്റമാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഞാൻ സൈക്കിള് ആ ചേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. സൈക്കിൾ വെച്ച് പിന്നെ ഇതിലെയാണ് പോകേണ്ടത്. ഈ വഴിയാണ് പോകേണ്ടത്. നമുക്ക് പോയി നോക്കാം. വെയിലായിട്ടുണ്ട്. അത് സൈക്കിളും കൊണ്ട് ഇവിടെ വരുന്നത് ഇച്ചിരി റിസ്ക്കാണ്. സൈക്കിൾ കൊണ്ട് വരുന്നത് വെച്ചാൽ അതുകൊണ്ട് ഞാൻ സൈക്കിൾ അവിടെ വെച്ചത്. ഇവിടെ മൊത്തം വഴികളൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ പൊക്കിക്കയറ്റാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പം ആ വീട്ടിൽ നിന്ന് തന്നെ വെള്ളം വാങ്ങിച്ചിട്ടുണ്ട്. അയ്യോ, നല്ല ട്രക്കിംഗ് ആണ്. കയറുക അടിപൊളിയായിരിക്കും. കാടാട്ടോ, നല്ല കാടായി വരുന്നുണ്ട്. പ്രത്യേകിച്ച് സൗണ്ടോ അനക്കങ്ങളൊന്നുമില്ല. കിളികളുടെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. പിന്നെ എൻ്റെ സൗണ്ടും. ഇവിടെ പിന്നെ വഴി ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാകും എങ്ങോട്ടാണ് പോകണ്ടേന്ന്. വല്ല പാമ്പും ചേരയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. പെശക്
അടിപൊളി. നോക്കിയേ, ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇത്രയൊന്നും കിട്ടുന്നൊരു റൈഡ് എവിടെ പോയിട്ടും. ഇത്രയും നമ്മുടെ തൊട്ടടുത്തല്ല, ഒരു 50-60 കിലോമീറ്ററിനുള്ളിൽ ഇത്രയും കിട്ടില്ലെന്നൊരു സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ പോയില്ലെന്ന് പറഞ്ഞാൽ മോശമല്ലേ? അടിപൊളി സ്ഥലം, നല്ല കാടെന്ന് പറഞ്ഞാൽ കാട്ടിക്കുള്ള റൈഡ്. പക്ഷേ ഇത് കുറച്ച് നല്ല രീതിയിൽ ഹിറ്റാവേണ്ട സ്ഥലമാണ്, എല്ലാവരും വരേണ്ട സ്ഥലമാണ്. ഇതിപ്പോൾ വന്ന് പൊളിക്കണം. കണ്ടാലേ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. അടിപൊളി. ഇതേ നൈസ് ഉണ്ടോ? ഇവിടെ എന്തെങ്കിലുമൊക്കെ ജീവികളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. വലിയ പുലിയൊന്നും കാണത്തില്ല, ആന കാണാൻ ചാൻസ് ഉണ്ടാവും. ശരിക്കും ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ലല്ലോ. അടിപൊളി സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. ഇതിൻ്റെ വലിയ മുട്ടും മരങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. നമുക്ക് പോയി നോക്കാം. കൊള്ളാട്ടോ, എന്താണേലും നല്ല അടിപൊളി നൈസ് പ്ലേസ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. അടിപൊളി. ഇത് ഫുള്ള് കാടാട്ടോ, രക്ഷയില്ല. ഇത് 2-3 ചേട്ടന്മാരൊക്കെ വരുന്നുണ്ട്. ആ കാടായിട്ട് മുന്നിൽ പോവാം. നേരെ വീട്ടിൽ വരുന്നു. അടിപൊളി. വരുന്ന സമയത്ത് വൈദ്യനെല്ലാം ഈ കച്ചി തുറവും തകത്ത് കയറിയിരിക്കും. വൈദ്യൻ ആരാ കറക്കുന്നത്? ആര് വേണമെങ്കിൽ കറന്നെടുത്തോ. അമ്മയുടെ അസുഖവും പോയി. ചേട്ടൻ അയ്യപ്പൻ്റെ കഥ പറയാം കേട്ടോ. അയ്യപ്പൻ പുലിപ്പുറത്ത് പോയതും പാല് അല്ലേ കൊണ്ടുവന്ന് അതിൻ്റെയൊക്കെ കഥ പറയുമായിരുന്നു ആ ചേട്ടന്മാരായിട്ട്. തിരിച്ച് അയ്യപ്പൻ പറഞ്ഞു, ഞാൻ ഇനി പോവാന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അച്ഛനോട് എല്ലാം ഇവിടെ പറഞ്ഞ് അസ്ത്രം എഴുതി വിടുന്നു. ആ എഴുതി വിടുന്ന അസ്ത്രമാ ഒരു പാറയിൽ നിന്ന് തടച്ച് അയ്യപ്പനായത് ഒരു വിക്രം പോലെ ഇതായി. അതിൽ നിന്ന് പിന്നെ അയ്യപ്പനെ കാണാൻ അച്ഛൻ പോയി. അച്ഛൻ പോയപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് എണ്ണീറ്റപ്പോഴാ അച്ഛൻ പറഞ്ഞ് ഇരിക്കും എന്ന് പറഞ്ഞിട്ട് കാലിൽ വിലങ്ങും. എനിക്കും കുറച്ചൊക്കെ എനിക്കും അറിയാം. നിങ്ങൾ എവിടെ ഉള്ളവരാ? ചേട്ടനൊരു തമിഴ് ടച്ച് ഉണ്ട് സംസാരത്തില്. പേരെങ്ങനാ? എൻ്റെ പേര് വിഷ്ണുനാഥൻ. വിഷ്ണുനാഥൻ. ചേട്ടൻ്റെ? എൻ്റെ പേര് സ്വർണ്ണപ്പൻ. പഠിച്ചതും ജനിച്ചതും മലയാളത്തിലും കേരളത്തിലുമായിരുന്നു. ഇപ്പൊ സകലം പിരിഞ്ഞെന്നേ ഉള്ളൂ. സ്റ്റേറ്റ് മാറി അങ്ങനെ ഇപ്പോഴും പോകാൻ മുക്കാൻ വേണ്ടിട്ട് മലയുടെയൊക്കെ ഞങ്ങൾ ആലപ്പുഴ ഹരിപ്പാട് സുബ്രഹ്മണ്യന്റെ നാട്, മുരുകന്റെ നാട്. പളനി അവിടെ ചെന്നാ മാല ഊരുന്നു. അത് തന്നെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പിന്നെ ഞങ്ങളവിടെ തൃക്കുന്നപ്പുഴ എന്ന് പറയും. എനിക്കറിയാം തൃക്കുന്നപ്പുഴ. അവിടെ അയ്യപ്പന്റെ അമ്മ ആഗ്രഹമുണ്ട്. എരുമേലി ചെന്ന് പള്ളിയിൽ അള്ളാഹുവിനെല്ലാം കണ്ടിട്ടാ ഞങ്ങൾ പോകുന്നത്. അങ്ങേര് പറഞ്ഞത് എല്ലാവരെയും കണ്ടിട്ട് ലാസ്റ്റിൽ വന്ന് കണ്ടാൽ മതി. നിങ്ങൾ എങ്ങോട്ട് പോവാ? കാണാൻ പോവാ? എന്റെ അപ്പൊ നമ്മളെ മൈൻഡ് തന്നെ, നമ്മുടെ മനസ്സ് തന്നെ. ഞാൻ ഒറ്റയ്ക്ക്. ഞാൻ സൈക്കിളിലാണ് വന്നത്. അപ്പൊ ഇവര് നമ്മുടെ അതേ മൈൻഡ് തന്നെയാണ്. അവര് ഊട്ടുപാറയൊക്കെ കണ്ടുപോകാൻ വേണ്ടി വന്നയാ. നിങ്ങളെങ്ങനെയാ ബസ്സിലാ? ഓക്കെ. ഇവിടെ ഉള്ളവര് തന്നെ. അപ്പൊ ഒന്ന് കണ്ട് പോകാന്ന് വെച്ചാൽ. എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ. നിങ്ങളുടെ സ്ഥലം പൊളിയാ. എന്താന്ന് വെച്ചാലേ ഞാൻ മൂന്നാർ പോയിട്ടുണ്ട്, സൈക്കിളിൽ പോയിട്ടുണ്ട്, വാഗമൺ പോയിട്ടുണ്ട്, പട്ടുന്നിടത്തൊക്കെ പോകുന്നുണ്ട്. പക്ഷേ പരുന്തുംപാറൊന്നും പോയിട്ടില്ല. സൈക്കിളിൽ പോകാൻ പറ്റിയ സ്ഥലമല്ല അത്. അപ്പം ഇത്ര ഒരു വൈബ് നമ്മുടെ ഈ പത്തനംതിട്ടയിൽ ഉണ്ടോ? ഇവിടെ ആളാ വരുന്നറിയോ? ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് ഇഷ്ടം പോലെ. ന്യൂ ഇയറിനും പിന്നെ ക്രിസ്മസിനൊക്കെ ഇവിടെ എന്തോ ജനമാണെന്നറിയും. പക്ഷെ ഞാൻ വലുതായി കുറെ നാളുകൊണ്ട് വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ
ഒരുപാട് പേരൊന്നും അറിയത്തില്ല ഇവിടെ വന്നവരായിട്ടൊന്നുമേ. ഇവിടെ വന്യജീവികൾ എന്തെങ്കിലും? കുരങ്ങുണ്ട്, ആ, പിന്നെ പന്നിയുണ്ട്, കാട്ടുപന്നിയാ. പിന്നെ അല്ലാതെ മറ്റ് പുലിയും കടുവായും അതൊന്നുമില്ല. ആനയും കീനയൊന്നുമില്ല. ആനയില്ല. ഇത് ഒറ്റപ്പെട്ട വനം. ആ, ഓക്കെ. മറ്റു വനമായിട്ട് ബന്ധമൊന്നുമില്ല. ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട കിടക്കുന്ന വനം. ആ, ഓക്കെ ഓക്കെ. പിന്നെ പാമ്പ് കാണാൻ ചാൻസ് ഉണ്ടല്ലേ? പാമ്പ് വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ കാണും. വലിയ മീൻ മലമ്പാമ്പ് അതൊക്കെ കാണും. അത് തന്നെ. ചേട്ടൻ പറയുന്നത് മലയ്ക്ക് പോകുന്ന പോലത്തെ ഒരു വഴിയാണെന്നാണ് ചേട്ടൻ പറയുന്നത്. എന്തായാലും സൂപ്പർ കേട്ടോ, രക്ഷയില്ല, കിട്ടില്ല. തൊട്ട് അവിടെ നമുക്ക് കിടിലൻ കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി കാഴ്ചയാണ്. അല്ല, നമ്മളിത് തവള അടിക്കുന്നില്ലയോ? കൊള്ളാട്ടോ, അടിപൊളി. നമുക്ക് പാറയുടെ മുകളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്, എത്താറായിട്ടുണ്ട് ഇനി. യെസ്, അടിപൊളിയായിട്ടുണ്ട്. നൈസ്. അടിപൊളി കേട്ടോ. പോയി നമുക്ക് ഇത്രയും കാണാൻ പറ്റില്ല. ഹെവി, ഒരു രക്ഷയില്ല. രക്ഷയില്ല കേട്ടോ. നിങ്ങൾ എന്തായാലും ഇവിടെ വരണം, അടിപൊളി പ്ലേസ് കേട്ടോ, രക്ഷയില്ല. ഇത് കണ്ടാ ഇവിടെ നിന്ന് 360 വ്യൂ. അതാ കാട്ടിനകത്തൂടെ വന്നുള്ളൊരു വരവുണ്ടല്ലോ മോനെ, പൊളി. അതായത് ചേട്ടന്മാർ ശബരിമല അവർ പണ്ട് പോയ കഥകളും ഒക്കെ പറഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ നല്ല രസമുണ്ട്. ഇത് ഇവിടെ മൊത്തം അടിപൊളി വ്യൂ കേട്ടോ. താഴെ പോയാൽ പോയി, പിന്നെ നോക്കണ്ട. അടിപൊളി. വലിയ അത് ഇടിക്കുക. വാഗമണല്ലേ? എന്റെ പൊന്നോ, നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഈ കാണുന്നത് ഇങ്ങനെ പോകുന്നുണ്ടോ? അതൊരു മലയാണ്, കോട കിടക്കുക. ഇടുക്കി. ആ, യെസ് യെസ്. പക്ഷെ അത് നമുക്ക് ചെറിയൊരു വര പോലെ കാണാൻ പറ്റുന്നുള്ളു. അടിപൊളി കേട്ടോ. ആ ചേട്ടന്മാർ പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു വര പോലെ കാണുന്നുണ്ട്, ഇങ്ങനെ ഒരു വലിയ മല. അപ്പം ആ മല അതെന്ന് പറഞ്ഞാൽ ഇടുക്കിയാന്ന് പറഞ്ഞാൽ, ഒരു സൈഡ് വാഗമൺ, മറ്റൊരു സൈഡ് ഇടുക്കി. എന്തുകൊണ്ടും ഇവിടെ നിന്ന് നമുക്ക് കോട കിടക്കുന്നതുകൊണ്ടാണ് കാണാൻ പറ്റുന്നത്. നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും, നല്ല പൊളി വ്യൂ കേട്ടോ. ഇവിടെ നിന്ന് ഈ ഭാഗത്താണ് ശബരിമല വരുന്നത്, എരുമേലിയൊക്കെ വരുന്നത്. പിന്നെ ആ മല നമുക്ക് നല്ല രീതിയിൽ കുറച്ചുകൂടെ നല്ല വെയിലൊക്കെ വന്ന സമയത്തായിരുന്നെങ്കിൽ, ആ കോട പോകുന്ന സമയമായിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആ മലയൊക്കെ കാണാൻ പറ്റിയേനെ. പൊളി വൈബ്, സൂപ്പർ പ്ലേസ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ആ ഇതുണ്ടല്ലോ, ഈ കാണുന്ന ഇതാണ് ഇടുക്കി, വാഗമൺ ഇടുക്കി. ആ ഒരു ഭാഗമാണ് ഇത്, ഈ കാണുന്ന ഈ ലൈൻ. പൊള്ളി വൈബായിട്ട് എന്തായാലും. അവിടെ 2 ഊഞ്ഞാൽ അടപ്പുണ്ട്, നമുക്ക് പോയി ഊഞ്ഞാലാടാം. ഈ ഊഞ്ഞാലിൻ്റെ പ്രത്യേകത ഉണ്ടോ? ഇത് കയറൊന്നുമല്ല, ഇത് മരത്തിൻ്റെ വള്ളിയാണ്, മരത്തിൻ്റെ വള്ളി. ഫുള്ളി നാച്ചുറൽ, പൊളി. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ആടിട്ടെ. അപ്പോൾ എന്തായാലും ശരി, ഒരു ടാറ്റ പറയാം. അപ്പോൾ ശരി. അപ്പോൾ ഗായ്സ്, അടിപൊളി
ഒരു റൈഡായിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റൈഡായിരുന്നു. അവരൊരു രക്ഷയില്ല കേട്ടോ. അവർ എന്തൊക്കെയാണ് പറയണേ, അവർ ശബരിമല പോയ കഥകളും പിന്നെ ഞങ്ങളെ ഒരുപാട് കാര്യങ്ങളും കഥകളും ഒക്കെ അവർ പറയുന്നുണ്ട്. എന്തുവാണേലും പറയാം, എന്തായാലും അടിപൊളി റൈഡായിരുന്നു. അവരെയും കിട്ടിയ ഒരു കൂട്ടിന് സത്യം പറഞ്ഞാൽ ഞാനിവിടെ വന്നപ്പോഴത്തേക്കും ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ഒറ്റയ്ക്കാണ്, സോളോ ആണ്, കാട്ടിക്കൂടെ വരണമല്ലോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. അവരുള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. പിന്നെ വേണ്ട ഇതാണ് വ്യൂ. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഇവിടുന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് പറയും ഇത് എവിടെ സ്ഥലം എവിടെയൊക്കെയാണ്, ഇതിൻ്റെ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ലൊക്കേഷനൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്നാലും വൈബ് അടിപൊളി. 2 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ഇത് ഹരിപ്പാടുകാരുള്ളതാണ്, നങ്ങേറുള്ള ഫൈസലിക്ക, പിന്നെ ഹസൻ ഇവിടെ ഉള്ള അങ്ങനെ. ഈ പ്രോനെ ഇവിടെ കണ്ടിട്ട് പരിചയമുണ്ട്, ഒരു മുഖപരിചയമുണ്ട്. ഞാൻ സന്തോഷം പഠിച്ച. അപ്പോൾ എന്തായാലും പോവാൻ വീണ്ടും കാണാം, അത് പറഞ്ഞ വീണ്ടും കാണാം. ഓക്കെ ശരി. അപ്പോൾ ശരി, ഇനി വീട്ടിൽ പോകണം, വഴി ഫുഡ് കഴിക്കണം, പറ്റിയ മൂടുണ്ടെങ്കിൽ കഴിക്കണം. അപ്പോൾ ശരി. ഊഞ്ഞാലൊക്കെ കേട്ടോ, ഊഞ്ഞാലായിട്ടോ അവിടെ. അപ്പം എൻ്റെ പൊന്നു ഗായ്സ്, ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി തിരിച്ചു കയറിയതാണ്. എൻ്റെ പൊന്നു പൊളി, അടിപൊളി വൈബ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഇത്രയും മൂളി വെച്ച് കണ്ട് എന്തായാലും ഹെവി ആയിട്ടുണ്ട്. നമ്മളിനി ഇറങ്ങുമ്പം കുറച്ച് എൻജോയ് ചെയ്യണം. അടിപൊളി. ഇത് കാട്ടിക്കൂടെ നടത്തു. ഞാൻ ഇത് സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ. ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ ചുങ്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചുങ്കപ്പാറയിൽ ഊട്ടുപാറ ടൂറിസ്റ്റ് സ്പോട്ടെന്ന് തിരക്കിയാൽ മതി. അപ്പം അവിടെ എല്ലാവരും തിരക്കിയാലും കാണിച്ചു തരും. അത്യാവശ്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരുപാട് അങ്ങോട്ട് ഇതിൻ്റെ ഒരു റേഞ്ച് വെച്ചിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഫേമസ് ആയിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇവിടെ വരണം. അമ്മാതിരി നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല, അത് ഗ്യാരണ്ടി. അടിപൊളി സ്പോട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്പോട്ട്. ഫുള്ള് കാടിനകത്തോടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു അടിപൊളി ഒരു പാറ, അവിടെ നല്ല അടിപൊളി ഒരു വ്യൂ, സൂപ്പർ. നമുക്ക് ഇടുക്കി വരെ കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. അത്ര നല്ല പൊക്കത്തല്ല. ഞാൻ കയറിയ കയറ്റം നിങ്ങൾ കാണണം, അടിപൊളി കയറ്റവും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ഒരു റേഞ്ച്. ഞാൻ പത്തനംതിട്ടയിൽ യാത്ര ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സ്പോട്ട് പത്തനംതിട്ടയിൽ. എല്ലാവരും പത്തനംതിട്ടക്കാർ എന്തായാലും പോയി കാണേണ്ട ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണിത്. ഈ മരം കണ്ടോ, അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല വലുപ്പമുള്ള മരം. സ്ക്രീനിൽ നിൽക്കുന്നില്ല. ഇവിടെ വരുന്നവരോട് പ്രത്യേകം പറയാനുള്ളത്, പ്ലാസ്റ്റിക് കുപ്പി, പ്ലാസ്റ്റിക് കവർ, അത് ഇത് മറിച്ച് എല്ലാം കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഇവിടെ കൊണ്ടുവന്നാൽ അത് തിരിച്ച് കൊണ്ടുപോവുക. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഫുള്ളി നേച്ചർ, അടിപൊളി നേച്ചറിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കിടിലൻ സ്ഥലമാണ്. അവിടുത്തെ ആ ഊഞ്ഞാലൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ആ വെറുതെ കയറും റോപ്പും വെച്ചിട്ടുള്ള ഒരു ഊഞ്ഞാലൊന്നുമല്ല, വള്ളി വെച്ചിട്ടുള്ള ഊഞ്ഞാല. അത്ര അടിപൊളിയായിട്ട് നോക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം പ്ലാസ്റ്റിക്കുകളൊന്നും കൊണ്ടുവരാതിരിക്കുക. മാക്സിമം കൊണ്ടുവന്നാൽ അത് തിരിച്ച് കൊണ്ടുപോകാൻ നോക്കുക, ഇവിടെ ഇട്ടച്ച് പോകാതിരിക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വരാൻ നേരം വല്ലായിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് ആ ചേട്ടന്മാർ പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട വനമാണ്. എന്ന് വെച്ചാൽ മറ്റു വലിയ വലിയ വനങ്ങളുമായിട്ട് ബന്ധമില്ലാതെ നടക്കുന്ന ഒരു വനമാണ്. അതുകൊണ്ട് വലിയ വന്യജീവികളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, എന്തെങ്കിലും ആനയോ എന്തെങ്കിലുമൊക്കെ കാണാൻ ചാൻസ് ഉണ്ടെന്ന് പേടിയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല, വലിയ സീനൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ എഴുജന്തുക്കളെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് പാമ്പും ചേരയൊക്കെ ഉണ്ടാവും, അത് ശ്രദ്ധിച്ചാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു പേടിയും വേണ്ട. അപ്പോൾ എന്തായാലും എല്ലാവരും വരിക. കുറേ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും വേസ്റ്റും ഒക്കെ ഇട്ടേക്കുന്നുണ്ടോ. ഇതിൽ അങ്ങോട്ടൊരു വഴിയുണ്ട്. എന്തുവാണെങ്കിലും ഇവിടെ ഈ പ്ലാസ്റ്റിക് എടുക്കുന്നുണ്ട്. ഇത് പറഞ്ഞത് ഇങ്ങനെ ഒന്നും വരുന്നവരാരും ഇങ്ങനെ ഒന്നും ചെയ്തേക്കരുത്. കണ്ടോ, അതേണ്ട അങ്ങനെ
അപ്പോൾ അങ്ങനൊന്നും ചെയ്ത് നമ്മുടെ നാടിനെ നശിപ്പിക്കരുത്. ഗൈസ് ഈ ഒരു വഴി കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ തന്നെ. നമ്മൾ ഒറ്റ വഴിയിൽ ഇങ്ങനെ നടക്കുന്നു, വൈബ്. അപ്പോൾ ഗൈസ് നമ്മുടെ കാട് ഏതാണ്ട് അവസാനിച്ച് നമ്മൾ കാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ റൈറ്റ് സൈഡിലായിട്ടൊരു അടിപൊളി ഒരു കാഴ്ചയുണ്ട്. ആ ടവർ, ആ KCBയുടെ ലൈൻ പോയേക്കുന്നൊരു കാഴ്ചയുണ്ട്, അത് അടിപൊളിയാണ്. ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഇതുണ്ടോ KCBയുടെ ലൈൻ പോയേക്കുന്നതാണ്. അവിടെ 2-3-4 മലകൾ നിൽക്കുന്നുണ്ടോ, നല്ല രസമുണ്ട് കാണാൻ, അടിപൊളി. അപ്പോൾ വരുന്നവർ ഇതും കണ്ടിട്ടേ പോകാവുള്ളൂ. ഞാൻ വന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ തിരുവല്ല വന്നിട്ട് തിരുവല്ലയിൽ നിന്ന് റൈറ്റ് എടുത്ത് കോഴഞ്ചേരി റൂട്ടിൽ ചുങ്കപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലത്ത് വന്നിട്ട് അവിടുന്ന് ചോദിച്ച് അവിടെ ഊട്ടുപാറ എവിടെയെന്ന് ചോദിച്ചിട്ട് അതിലെയാണ് ഞാൻ വന്നത്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ്. ഞാൻ ഈ വീട്ടിലാണ് സൈക്കിൾ വെച്ചത്. ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട് ഇൻ പത്തനംതിട്ട എന്ന് പറയാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഊട്ടുപാറ ടൂറിസ്റ്റ് സ്പോട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും വരിക, കാണുക, എൻജോയ് ചെയ്യുക. അടിപൊളി പ്ലേസാണ്. കുറച്ച് ചാമ്പയ്ക്ക പറിച്ച്. യാത്രകളൊന്നും അവസാനിക്കുന്നില്ല, ഇനിയും ഒരുപാട് യാത്ര ചെയ്യാൻ കിടക്കുന്നു. ആ യാത്രയുടെയൊക്കെ വീഡിയോ നമ്മുടെ ഈ ചാനലുണ്ടായിരിക്കും. അപ്പോൾ ആ വീഡിയോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള സത്യസന്ധമായ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ ഫെബിൻ, സൈനിങ് ഓഫ്.